രണ്ടാഴ്ചയോളം നാട്ടിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബാംഗ്ലൂരിൽ എത്തിയിരിക്കാനുണ്ടോ. ഈ ഒരു സ്റ്റാർ കണ്ട് ആരും ഡൗട്ട് അടിക്കേണ്ട, ഇത് ക്രിസ്മസ് അല്ല, ഇപ്പോൾ ദാ ബാംഗ്ലൂർ ദീപാവലിയുടെ ആഘോഷത്തിലാണ് കേട്ടോ. എന്താണെങ്കിലും കറക്റ്റ് സമയത്താണ് ഞങ്ങൾ റിട്ടേൺ വന്നത്. കേതൻ രാവിലെ തന്നെ യോഗ മാറ്റിൽ യോഗയൊക്കെ ചെയ്യാൻ കേട്ടോ. അമ്മായിക്ക് വാങ്ങിച്ച യോഗ മാറ്റാണെങ്കിലും ആൾ യൂസ് ചെയ്യാറില്ല, കേതനെങ്കിലും യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് നമ്മൾ ഈ റെഡിയായി പോകുന്ന എങ്ങോട്ടേക്കാണെന്നില്ലേ, നമ്മുടെ ദീപാവലി ഇങ്ങെത്തിയില്ലേ. ദീപാവലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു മലയാളി ആണെങ്കിൽ പോലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും അതൊന്നും അത്രയും അവിടെ ആഘോഷിക്കുന്നതായിട്ട് കണ്ടിട്ടോ. ഏറ്റവും ആദ്യം ഇവിടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു ദീപാവലി തന്നെയാണ് കേട്ടോ. ദീപാവലി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഹസ്ബൻഡൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചിട്ടി വരെ ചേർന്ന് നോക്കുമായിരുന്നു ഈ പടക്കം വാങ്ങാനായിട്ട്. എന്താണെങ്കിലും നമ്മൾ എത്തിയിരിക്കുന്നത് ഹൊസൂറാണ് കേട്ടോ, തമിഴ്നാട് ബാംഗ്ലൂർ ബോർഡറിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് നമുക്ക് പടക്കം കിട്ടും. അതുകൊണ്ട് തന്നെ അത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ എത്തിയത്, അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് നമുക്ക് വരാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരിക്കും, നല്ല ഒടുക്കത്തെ ട്രാഫിക്കും ആയിരിക്കും. എന്താണെങ്കിലും നമ്മൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ പടക്കം വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കിഡ്സിനുള്ളതും അതെനക്ക് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്താപ്പൂ, അതെനക്ക് തന്നെ പൂത്തിരി, ഇതെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കൊട്ട നിറയെ വാങ്ങിച്ചാൽ നല്ല പൈസ ആവില്ലെന്ന്, പക്ഷെ നമുക്ക് നല്ല ലാഭത്തിനാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. അങ്ങനത്തെ രാവിലെ തന്നെ നമ്മൾ എല്ലാം പർച്ചേസിങ് കഴിഞ്ഞ് നല്ല ക്യൂവിൽ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ട്. കഴിഞ്ഞ തവണയും നമ്മൾ ദീപാവലിയുടെ സമയത്ത് നാട്ടിലായിരുന്നു കേട്ടോ. ദീപാവലിയുടെ അന്നാണ് നമ്മൾ തിരിച്ചെത്തിയത്. എന്താണെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ദീപാവലിക്ക് ഒന്നും പോയി വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച പടക്കം എല്ലാം ചീറ്റി പോകുമായിരുന്നു. ആ ഒരു സമയത്തെ നമ്മൾ വിചാരിച്ചാണ് കേട്ടോ അടുത്ത വർഷം എന്താണെങ്കിലും നമ്മൾ ഹൊസൂർ പോയി പടക്കം വാങ്ങണമെന്നുള്ളത്. അതുതാ ഇത്തവണ ഏതായാലും നമുക്ക് വാങ്ങാൻ പറ്റി. അങ്ങനെ ഞാനും ചേട്ടനും ഗീതനും അതിനൊക്കെ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ പടക്കം എല്ലാം വാങ്ങിച്ച് എല്ലാം ബില്ല് ചെയ്ത് അവർ നമുക്ക് ചാക്കിലാക്കി തന്നെ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് ഇതുപോലെ പടക്കം എല്ലാം വലിയ ചാക്കിലാക്കി എല്ലാവരും പോകുന്നുള്ളപ്പോൾ ഞങ്ങൾ ഇതിന് മാത്രം പടക്കം പോകുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വാങ്ങിച്ചു പോകും കേട്ടോ. അത്ര ലാഭമാണ്. അങ്ങനെ പടക്കമെല്ലാം നമ്മൾ ചാക്കിലാക്കി, ചാക്ക് നമ്മളിതാ കാറിലും കയറ്റി. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വേണം. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ കിടക്കുന്ന കാറുകളൊക്കെ കണ്ടില്ലേ, ഈ കാറുകളെല്ലാം തന്നെ ഇവിടെ പടക്കം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കും ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള സമയം കാണില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ. ഇനിയിപ്പോൾ എന്താ, ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.